നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ചേർപ്പ് പാലക്കൽ മാർക്കറ്റ് പരിസരത്ത് വിവിധ കടകളിൽ മോഷണ ശ്രമം. 3 കടകളുടെ ഷട്ടറുകൾ പൊളിച്ചു. പാലക്കൽ പാലിശ്ശേരി മൂലക്കാട്ടിൽ കുടുംബക്ഷേത്രത്തിലും മോഷണം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്ര വാദ്യകലാ ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീരാമപാത സുവർണമുദ്ര സമർപ്പണം നടന്നു. പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്തിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയം നേടിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആഹ്ലാദ പ്രകടനം. കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി. ചേർപ്പ് മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി കേസുകളിൽ പ്രതികളായവരെയാണ് നാടുകടത്തിയത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് പാലക്കൽ മാർക്കറ്റ് പരിസരത്ത് വിവിധ കടകളിൽ മോഷണ ശ്രമം. 3 കടകളുടെ ഷട്ടറുകൾ പൊളിച്ചു. ബുധനാഴ്ച പുലർച്ചെ 1:30യോടെയായിരുന്നു സംഭവം. ബുധനാഴ്ച പുലർച്ചെ 1:30യോടെയായിരുന്നു മോഷണം നടന്നിട്ടുള്ളത്. കടയിൽ നിന്ന് മോഷ്ടിച്ച പണം സമീപത്തെ പറമ്പിൽ നിന്ന് ലഭിച്ചു. അഞ്ജലി മെഡിക്കൽ, കാർമൽ സ്റ്റോഴ്സ്, പ്ലാനറ്റ് ബേക്കറി എന്നിവിടങ്ങളിലെ ഷട്ടറിന്റെ പൂട്ടുകൾ തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയിട്ടുള്ളത്. കാർമൽ സ്റ്റോഴ്സിൽ നിന്ന് കവർന്ന 8,000 രൂപ സമീപത്തെ പറമ്പിൽ നിന്ന് കണ്ടെടുത്തു. പൈസ ബാഗിലും അവിടെ പൈസ 9,000 രൂപയിലായിരുന്നു. അതെടുത്ത് പോയിരുന്നു. നമ്മളൊന്ന് നോക്കി അടച്ചിട്ടാണ് പോയത്. രണ്ടാമത് ഒരു വയസ്സായിട്ട് എല്ലാവരും കൂടി ചെക്ക് ചെയ്തതില് CCTVയില് ഒരു ഒക്കപ്പുറത്തൊരു വഴിയുണ്ട്. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കയ്യിൽ കാണാത്തതിന്റെ ഇതില് അവരോട് അന്വേഷിച്ചിരുന്നു. അപ്പൊ അന്വേഷിച്ചപ്പോ അവര് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പൈസ ആൾക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ പേരില് പൈസ അവിടെ നിന്ന് കിട്ടി നമുക്ക്. പിന്നെ നമ്മുടെ ബാഗാണ് പോയിരുന്നത്. പിന്നെ രാവിലെ ഷോപ്പ് തുറന്ന് ഇവിടെ അന്വേഷിച്ചപ്പോ ബാഗും നമുക്കിപ്പോ കിട്ടിയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോ രണ്ടാമത്തെ രാത്രിയില് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാന്ന് വിചാരിക്കുമ്പോ മോഷണമാണ് നടക്കുന്നത്. അപ്പൊ പലയിടത്തും ഇപ്പൊ CCTV വെച്ചിട്ടുണ്ട്. ഈ CCTVനെ വെല്ലാനായിട്ട് മുഖത്ത് മങ്കിക്കാപ്പും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് മോഷ്ടാക്കൾ ഇറങ്ങുന്നത്. ഇത് ഇത്തരത്തില് ഇതിനൊരു പരിഹാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പോലീസിനെ ഭയക്കണം കള്ളന്മാര്. അപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടവേളകളില് ഇവിടെ പെട്രോളിംഗ് ഉണ്ടാവണം. പെട്രോളിംഗ് വന്നു കഴിഞ്ഞാൽ തന്നെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഇപ്പോ ഈ CCTV ദൃശ്യങ്ങൾ കിട്ടിയാൽ പോലും അതിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് കള്ളന്മാരെ പിടിക്കന്നെ വേണം. കാരണം പിടിച്ച് തക്കതായ ശിക്ഷ കൊടുത്താൽ മാത്രമാണ് ഇത് നിർത്തലാക്കാൻ പറ്റുള്ളൂ. പിക്കാസ് ഉപയോഗിച്ചാണ് കടകളുടെ ഷട്ടറുകളുടെ പൂട്ട് തകർത്തിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. കാർമൽ സ്റ്റോഴ്സിൽ നിന്ന് കവർന്ന പണം സമീപത്തെ പറമ്പിൽ വെച്ചതിനു ശേഷം പ്ലാനറ്റ് ബേക്കറിയുടെ ഷട്ടറിന്റെ പൂട്ട് തകർക്കുന്ന ശബ്ദം കേട്ട് സമീപത്തെ അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പാലക്കൽ ബ്രാഞ്ചിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ബഹളം വെച്ചതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വ്യാപാരികൾ ചേർപ്പ് പോലീസിൽ പരാതി നൽകി. ഏകദേശം ഒരു 1:45 ഞാൻ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ അവിടെ ബേക്കറിയുടെ ഷട്ടർ പൊളിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കി. അപ്പോൾ അവിടെ ആളുടെ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കുന്നുണ്ടായി. ചേർപ്പ് പാലക്കൽ പാലിശ്ശേരി മൂലക്കാട്ടിൽ കുടുംബക്ഷേത്രത്തിലും മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലുണ്ടായിരുന്ന പണവും പ്രതിഷ്ഠയിൽ ചാർത്തിയ താലിയും കവർന്നു. പുലർച്ചെ വിളക്ക് കത്തിക്കാനെത്തിയപ്പോൾ തിടപ്പള്ളിയും ഓഫീസ് മുറിയും തുറന്നു കിടക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ ചാർത്തിയ താലിയും മോഷ്ടാവ് കവർന്നിട്ടുണ്ട്. സമീപത്തെ വീട്ടുപറമ്പിൽ നിന്നും പൊളിച്ചിട്ട നിലയിൽ ഭണ്ഡാരവും ചില്ലറകളും കണ്ടെടുത്തു. ഭണ്ഡാരത്തിലുണ്ടായിരുന്ന നോട്ടുകളാണ് മോഷ്ടാവ് കവർന്നിട്ടുള്ളത്. സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ ചേർപ്പ് പോലീസിൽ പരാതി നൽകി. നേരെയുള്ള വീട്ടില് ഭണ്ഡാരം പൊളിച്ചിട്ട് നേരെയുള്ള വീട്ടില് മതില് ചാടി പോയിട്ട് നേരെയുള്ള വീട്ടില് ഭണ്ണാരം കിടക്കുന്നുണ്ട്. അവര് എനിക്ക് വന്നപ്പോഴാണ് അവര് പറഞ്ഞത് ഭണ്ണാരം അവിടെ കിടക്കുന്നുണ്ട്. അവര് ചില്ലറ പൈസ ഒക്കെ അവിടെ ഇട്ടിട്ട് അവര് നോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതിലാണ് കഴിഞ്ഞ മാസം മാസപൂരിക്ക് ഭണ്ണാരം എടുത്തിട്ടില്ല. കാരണം നിറയെ നോട്ടുണ്ട്. ഇന്നലെ ഞാൻ ഭണ്ണാരൊക്കെ പൊക്കിയത്. അപ്പൊ നല്ല റേറ്റുള്ള ഭണ്ണാരാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്ര വാദ്യകലാ ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീരാമപാത സുവർണമുദ്ര സമർപ്പണം നടന്നു. ഏകാദശിയോടനുബന്ധിച്ച് 30 ദിവസത്തെ വാദ്യോപാസനയോടനുബന്ധിച്ചാണ് സുവർണമുദ്ര സമർപ്പിച്ചത്.
ചടങ്ങ് പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്ര വാദ്യകലാസ്വാദക സമിതി ചെയർമാൻ PG നായർ അധ്യക്ഷത വഹിച്ചു. കുനിശ്ശേരി അനിയന്മാരാർക്ക് ആവണങ്ങാട്ടിൽ കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ VN സ്വപ്ന ആദരവ് നിർവഹിച്ചു. ഏകാദശിയോടനുബന്ധിച്ച് നവംബർ 8 മുതലാണ് നമ്മൾ വാദ്യകല ആസ്വാദനം തുടങ്ങിയത്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വാദ്യകലയാണ് ഏകാദശിയോടുകൂടി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ തുടങ്ങി വച്ചിരുന്നത്. അത് നിർബാധം ഈ വർഷവും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നടന്നു വരികയാണ്. മറ്റന്നാളത്തോടുകൂടി, അതായത് 7-ാം തീയതി നമ്മുടെ വാദ്യോപാസന സമാപനം കുറിക്കുകയാണ്. ഇത് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് യാതൊരു തടസ്സവും കൂടാതെ എല്ലാ വർഷവും ഇത് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. ഈ സമിതിക്ക് വേറെ വിധത്തിലുള്ള എന്തെങ്കിലും വരുമാനമോ ഫണ്ടോ യാതൊന്നും തന്നെയില്ല. കലാപ്രേമികളും കലാ ആസ്വാദകരും കൂടാതെ സ്പോൺസർഷിപ്പ് നൽകിയ വ്യാപാരികളും വ്യവസായികളും എല്ലാം ഒത്തുകൂടി സമിതിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ വാദ്യോപാസന മുന്നോട്ട് തൂങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം മാനേജർ AP സുരേഷ് കുമാർ പ്രശസ്തി പത്രം കൈമാറി. അകാലത്തിൽ അന്തരിച്ച ഇലത്താളം കലാകാരൻ ചെറുശ്ശേരി കുട്ടൻ നായരുടെ കുടുംബത്തിനുള്ള സ്നേഹാർപ്പണം T വേണുഗോപാലമേനോൻ കൈമാറി. തൃപ്രയാർ മഹേഷ് മാരാർ, ജനറൽ കൺവീനർ വിനോദ് നടുവത്തേരി, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, C പ്രേംകുമാർ, P മണികണ്ഠൻ, NK ചിദംബരം എന്നിവർ സംസാരിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയം നേടിയതിന്റെ പശ്ചാത്തലത്തിൽ അവണിശ്ശേരി പഞ്ചായത്തിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ബബീഷ്, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, യുവമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിഖ്, ചേർപ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷോബി പൊർത്താള എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാറിൽ മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും പങ്കെടുത്ത നാട്ടിക മണ്ഡലം നവകേരള സദസ്സിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി CC മുകുന്ദൻ MLA. വൈകിട്ട് 4:30 മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും വേദിയിൽ എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപാണ് MLA പോലീസിനെതിരെ വിമർശനമുന്നയിച്ച് രംഗത്തെത്തിയത്. പ്രിയമുള്ളവരെ, പോലീസും ചില ആൾക്കാരും നമ്മൾ വലിയ തർക്കമാണ്. ഈ പരിപാടി പൊളിക്കാൻ ശ്രമിക്കുകയാണ് പോലീസ്. ആ പോലീസ് മര്യാദ പഠിച്ചില്ലെങ്കിൽ വളരെ അപകടകരമായ സ്ഥിതി ഉണ്ടാവും. അത് നിങ്ങൾ മര്യാദയ്ക്ക് നിയമ ഡ്യൂട്ടി നടപ്പാക്കണം. വെറുതെ തർക്കമുണ്ടാക്കി ഈ പരിപാടി പൊളിക്കരുത്. പ്രത്യേകിച്ച് താല്പര്യം കാട്ടുന്നത് DSP ആണ്. അത് ശരിയല്ല. അല്ലാതെ വ്യത്യാസമായ കുഴപ്പമുണ്ടാക്കലുണ്ടായത്. പ്രിയമുള്ളവരെ, ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് പൊളിക്കാൻ ശ്രമം നടക്കുന്നതായി CC മുകുന്ദൻ MLA വേദിയിൽ അധ്യക്ഷ പ്രസംഗത്തിനിടെ തുറന്നടിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും എത്തുന്നതിന് മുൻപ് വേദിയിലേക്കുള്ള കവാടത്തിന് മുൻപിൽ പോലീസുമായി തർക്കം നടന്നിരുന്നു. ഏതാനും മാധ്യമപ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ച കൊടുങ്ങല്ലൂർ DYSP MLAയുടെ PA അഷ്കർ മജീദിനെയും മാറ്റാൻ ശ്രമിച്ചതാണ് തർക്കത്തിനിടയാക്കിയത്. നേരത്തെ തങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ പോലീസ് അനാവശ്യമായി കൈകടത്തുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു. MLA വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ സംഘാടക സമിതി ഭാരവാഹികൾ ഇടപെട്ട പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി. ചേർപ്പ്, മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി കേസുകളിൽ പ്രതികളായവരെയാണ് നാടുകടത്തിയത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട ചേർപ്പ് പാലിശ്ശേരി സ്വദേശി പേരാമംഗലം വീട്ടിൽ 30 വയസ്സുള്ള നിഖിൽ, മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട വടമ പുളിയിലക്കുന്ന് സ്വദേശി കൂടത്തിങ്കൽ വീട്ടിൽ 32 വയസ്സുള്ള നിതീഷ് എന്നിവരെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. നിഖിൽ വധശ്രമം, കഞ്ചാവ് വിൽപ്പന തുടങ്ങി 6ഓളം കേസുകളിലും നിതീഷ്
വധശ്രമം, കളവ് തുടങ്ങി 7ഓളം കേസുകളിലും പ്രതിയാണ്. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വന്നതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG അജിത ബീഗമാണ് ഇവരെ 6 മാസത്തേക്ക് നാടുകടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഉത്തരവ് ലംഘിച്ചാൽ പ്രതികൾക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിനവും സ്വർണ്ണവില കുറഞ്ഞു. 1 ഗ്രാം സ്വർണത്തിന് 40 രൂപയും 1 പവന് 320 രൂപയുമാണ് ബുധനാഴ്ച കുറഞ്ഞത്. 1 ഗ്രാം സ്വർണത്തിന് 5745 രൂപയിലും 1 പവന് 45,960 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ വിലയിലാണ് സ്വർണം. സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 5745 രൂപ, പവന് 45,960 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർപ്പ് പാലക്കൽ മാർക്കറ്റ് പരിസരത്ത് വിവിധ കടകളിൽ മോഷണ ശ്രമം. 3 കടകളുടെ ഷട്ടറുകൾ പൊളിച്ചു. പാലക്കൽ പാലിശ്ശേരി മൂലക്കാട്ടിൽ കുടുംബക്ഷേത്രത്തിലും മോഷണം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്ര വാദ്യകലാ ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീരാമപാത സുവർണമുദ്ര സമർപ്പണം നടന്നു. പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്തിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയം നേടിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആഹ്ലാദ പ്രകടനം. കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി. ചേർപ്പ്, മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി കേസുകളിൽ പ്രതികളായവരെയാണ് നാടുകടത്തിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.